ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 15 നമ്മളുടെ കെസ് ബേബിയുടെ ഓർമ്മ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിംപിളും ആൻസനും നേരത്തെ വന്നു. അപ്പോൾ രാവിലെ എണീറ്റു. ഇന്ന് നേരത്തെ ചോറ് വാങ്ങിച്ചു കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു അസൗകര്യം കൊണ്ട് വാങ്ങിക്കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഇന്നും നല്ല ഒരു മഴ ദിവസമായിരുന്നു, നിർത്താണ്ട് പെയ്യുന്ന മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഴുകുതിരി നമുക്കവിടെ കത്തിക്കാൻ പറ്റിയില്ല. ബൊക്കയും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിലും മെഴുകുതിരി നമുക്ക് കത്തിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെയായിരുന്നു മഴ. അങ്ങനെ പതിവ് പോലെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞു. ഡോൺ മാർക്കറ്റിൽ പോയിട്ട് വന്നു. അങ്ങനെ എന്താ പറയുക, രാവിലെ ഇന്ന് പലതരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. മറ്റേ ദോശ ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പിന്നെ അപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ പലതായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് മാർക്കറ്റിലത്തെ സാധനങ്ങൾ ഒതുക്കി വെക്കേണ്ട ഇതിന് നിന്നു. അപ്പോൾ ഡിംപിൾ ഓൾറെഡി അവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പള്ളിയിലൊക്കെ കയറിയിട്ട് മോൻ്റെ അടുത്ത് പോയിട്ടൊക്കെയാണ് തിരിച്ച് വന്നത് കേട്ടോ, ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേർച്ച ചോറ് ഇരിക്കണം. അപ്പോൾ ഞാൻ വേഗം ഡിവൈൻ കംപ്ലീറ്റ് കഴുകി കാര്യങ്ങൾ വെച്ചു. കാരണം അതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം പാച്ചുവിൻ്റെ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാനായിട്ട്. മറ്റേ എന്താ പറയുക, കട്ടൗട്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. കേക്ക് ഇതൊക്കെ ഡിംപിൾ വരുമ്പോൾ കൊണ്ടുവരുന്ന പറഞ്ഞാൽ അങ്ങനെ ഡിംപിൾ എത്തി സാധനങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി. അപ്പോൾ എന്താ പറയുക, ആഘോഷം വന്നു എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ബർത്ത്ഡേയുടെ കംപ്ലീറ്റ് എന്താ പറയുക കാര്യങ്ങളുടെ ഒക്കെ വീഡിയോസ് ഡിംപിളിൻ്റെ ചാനലിൽ കാണും കേട്ടോ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും ഒരു വീട്ടിൽ നിന്ന് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും 3 ആളുടെയും 3 സ്റ്റൈല് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വശത്തുനിന്ന് എന്താ പറയുക ഒരുക്കി തുടങ്ങി. അപ്പോൾ ഡാഡിയും മക്കളും ആൻസനും ഡിവൈനും ഒക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിംപിൾ കൊടുക്കും. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രിങ്സ് ഉണ്ട്. ഇതുമേ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കണ്ടു, അതിൽ ഫുൾ ഡോട്ട്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇവർ എല്ലാതും സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അയക്കുക. കൊറിയർ ചെയ്യുമ്പോൾ ഇതെല്ലാതും ഒരു പാക്കിലുണ്ടാവും. അപ്പോൾ ഇത് കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച ഓട്ടകൾ. അപ്പോൾ നമുക്ക് ഇവർ തന്നെ തരുന്ന ബലൂണാട്ടോ നമ്മൾ ആ തീം പറയുമ്പോൾ. അപ്പോൾ അതിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഉള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈവൻറ്റ്സൊക്കെ നടത്തുന്ന സമയത്തൊക്കെ എല്ലാതും നമ്മൾ വാങ്ങി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒക്കെ എല്ലാതും എന്താ പറയുക, ഒരുമിച്ച് ഒരു കുടക്കീലെന്ന് പറയില്ല, ഒരെണ്ണത്തിൽ ഇതൊക്കെ അതിലുള്ളതാണ് കേട്ടോ. അങ്ങനെ കപ്പ് കേക്ക്, അതിൻ്റെ ടോപ്പർ കാര്യങ്ങൾ എല്ലാതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഡിംപിളിൻ്റെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിംപിളിൻ്റെ എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് ഡിവൈൻ്റെ വകയായിരുന്നു കേട്ടോ. മീൻ കറി വെച്ചു, പിന്നെ ചിക്കൻ വറുത്തിട്ടുണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാ സംഭവങ്ങളും നേരത്തോടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മിനിയാന്നും ആൻസൺ ഉണ്ടായിരുന്നു, ഇന്നും ആൻസൺ ഉണ്ട്. അപ്പോൾ വല്ലാണ്ട് എന്താ പറയുക, മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ 2 ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി എന്താ പറയുക ഭക്ഷണം കഴിക്കാനുള്ളൊരവസരം ദയവായിട്ട് തന്നു, ഇവരുടെ ബർത്ത്ഡേ ഡെത്ത് ഡേ പ്രമാണിച്ചിട്ടാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഒതുക്കി അവസാനം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പോർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പോർക്ക് ഇന്നത്തെ സൂപ്പറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുശീലേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോർക്ക് നല്ല രസമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഡിവൈൻ ഇന്ന് എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് ഉണ്ടാക്കിയതാണ്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഡിവൈൻ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 1-2 കഷ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ കഴിഞ്ഞേക്കണു. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി. ഞാനെല്ലാതും അപ്പം കാര്യങ്ങൾ ഒതുക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര പണിയാവും. അങ്ങനെ ശരിക്കും 2:45 2:45 കഴിയുന്നതോട് കൂടിയിട്ട് വീട് ഫുള്ള് ഒതുക്കിയിട്ടാണ്. ഇനി ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാലോ 3 നേരവും ഒതുക്കും. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒന്ന് ഒതുക്കിയിട്ടാണ് ഉച്ചയിലത്തെ പരിപാടികൾ തുടങ്ങുക. ഉച്ചയിലത്തെ പരിപാടികൾ കഴിഞ്ഞ് ഒതുക്കിയിട്ടാണ് പിന്നെ 6 മണിക്ക് ചായയുടെ തുടങ്ങുക. അങ്ങനെ
ഓരോ പ്രാവശ്യവും കഴിയും തോറും ഞാൻ ഒതുക്കുക. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാവാറില്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ സ്ഥിരം ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടാവാറില്ല. കുട്ടികളെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് എല്ലാതും ക്ലീനാക്കിയിടുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാച്ചുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വീഡിയോസിൽ കാണാം. ഡിവൈനായാലും ഡിംപിളായാലും അവരിടുന്ന വീഡിയോസിൽ കൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഇടുമ്പോഴും ഞാൻ ഡിംപിളിനോട് പറഞ്ഞായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എനിക്ക് തന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിംപിളിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കാനും നിൽക്കണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഇവിടെ അടുത്തുള്ള മറ്റേ അരവിമംഗലത്ത് തന്നെയല്ലേ, അതെ, വിനുവിൻ്റെ വീട്. നല്ലൊരു മോനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഡിംപിളിന് വിനു ചേട്ടൻ എടുത്താൽ ഒരു തൃപ്തിയുള്ളൂ. വിനു വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഡിംപിളിന് ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ പറയില്ല, നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക വൈബാണ്. മുമ്പ് ഞങ്ങളിങ്ങനെ വെച്ചാൽ നമ്മുടെ പോൾസേട്ടനില്ലേ, അക്കിയുടെ പോൾസൻ പേപ്പനാണ് ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ. കാരണം ഇന്ന് ഞങ്ങൾ കാണുന്ന പണ്ടത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കുട്ടികളുടെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോട്ടോസ് നമ്മളുടെ പിള്ളേരുടെ ഉണ്ടായിരുന്നു. റോസ, അന്ന, ഡോൺ, ഡയോൺ, ഓച്ചു, ഇവരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് പോൾസേട്ടന് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന റീൽസ്, അന്നൊക്കെ ഈ വാഷ് ചെയ്യണ സംഭവമാണല്ലോ കുട്ടികളുടെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഡോണിൻ്റെയും ഡിംപിളിൻ്റെയൊക്കെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടമാനമുണ്ട്. ഞങ്ങൾ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഡോണിൻ്റെ എനിക്ക് ഓരോ ഡ്രസ്സ് എടുത്താലും അതനുസരിച്ച് ഫോട്ടോസ് എടുക്കുക. അതുപോലെ തന്നെ ഈ 5 ആളുടെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതിൽ 3 പേര് കറക്റ്റ് പോസ് ചെയ്യും. അതാരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ റോസയും ഡോണും ഡിംപിളും. നമ്മുടെ ഡയോണും അന്നയും ഒരു രക്ഷയില്ല കേട്ടോ. ഡയോൺ പിന്നെയും വന്ന് നിൽക്കും. അന്ന ഭയങ്കര കരച്ചിലാണ്. ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ ചാക്കോച്ചൻ കുറേ ഫോട്ടോസിന് പോസ് ചെയ്ത് നിന്നപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, എന്തായാലും ഡിംപിളിൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഓർമ്മയാണ് വരണേന്നുള്ളത്. അങ്ങനെ ഇവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ ബൊക്കെയൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പാച്ചുവിന് ഗിഫ്റ്റ് വന്നിട്ട് കുറേ കണ്ടമാനം സാധനങ്ങൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക്. അപ്പോൾ അതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതൊക്കെ നല്ല രസമുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്കായാലും വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ എത്തും. കാരണം ഇത് നമുക്ക് തന്ന ആളല്ല കൊണ്ടു തന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ പറയായിരുന്നു എൻ്റെ 2 മരുമക്കളുടെ ഫോട്ടോ ഒന്നും എടുക്കുന്നത്. കാരണം എൻ്റെ 2 മരുമക്കളും കാഴ്ചയിലും അതേ സ്വഭാവത്തിലും അത് ഒരേ വൈബാണ് 2 പേർക്കും. അപ്പോൾ അവർ 2 പേരുടെ എപ്പോൾ വന്നാലും അവരുടെ ഒരു ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരുടെയും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഞാനും ഡിവൈൻ്റെ ഫോണിൽ ഉണ്ടണാവോ എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് വിനു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ആളും കൂടി കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ മുമ്പ് ഞാൻ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഡാഡിയും 2 മക്കളുള്ള സമയത്ത് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ പാവർട്ടിയിലായിരിക്കുമ്പോഴത് ഡിംപിളും ഡാഡിയും തീരെ മിണ്ടാത്ത കൂട്ടത്തിലായിരുന്നു. ഡോൺ അത്യാവശ്യം ചിരിച്ച് കാര്യം അവസാനിപ്പിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് അറിയുന്നവരോട് സംസാരിക്കുന്നതല്ലാണ്ട് മറ്റുള്ളവരെ കണ്ടാൽ ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്കതുകൊണ്ട് കുറേ ബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ കുട്ടികൾ വന്നേ പിന്നെ, അതായത് ആൻസനും ഡിവൈനും വന്നേ പിന്നെ വീട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അത് നല്ല രീതിയിലാണ് കേട്ടോ ഞാൻ പറയണത്. അതിന് ശേഷം ഡിംപിളിന് ഭയങ്കര വ്യത്യാസം വന്നു. ഡോൺ ഇപ്പം അത്യാവശ്യം സംസാരിക്കും. ഡാഡിയൊക്കെ ഇപ്പോൾ ഭയങ്കര ബഹളവും ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഞാനെപ്പോഴും പറയും, ഇവർ വന്നതിന് ശേഷമാണ് വീട്ടിലൊരു ബഹളം ഉണ്ടായത് എന്ന് പറയും ഞാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളെപ്പോഴും സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇന്നലെയൊക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ മാത്രം ഷെയർ ചെയ്തതാണ്, ഇന്നലെയും മിനിയാന്നൊക്കെ. പക്ഷേ ഇത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമ്മളത് പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് കുറേ ഇന്ന് എടുക്കാൻ പറ്റി. വിനു വന്ന കാരണം ഞങ്ങൾക്ക്, പക്ഷേ ഒരു മെയിൻ ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഫാമിലി ഫോട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റാണ്ടായി. പ്രത്യേകിച്ച് കേക്ക് മിഠായിയൊക്കെ കണ്ടോട് കൂടിയിട്ട് അവരുടെ നിയന്ത്രണം പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം എടുക്കുന്ന ഫോട്ടോ, ഒരു ഫാമിലി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇത് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല
പക്ഷേ ഇന്നും എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. പക്ഷേ എന്താ പറയുക, കാര്യമായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, ഫോട്ടോ കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. വിനു മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിനു ഡിംപിളിൻ്റെ താളത്തിനൊപ്പം നിൽക്കാന്ന് പറയില്ലേ, നമ്മളുടെ എല്ലാവരുടെയും ഇപ്പം ഡിവൈനും അതെ, ഡിവൈൻ വിനുവിനോട് പറയും വിൻചേട്ടന് അസിസ്റ്റൻറ്റ് വേണമെങ്കിൽ ഞാൻ കൂടെ വരാട്ടോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ചിരിപ്പിക്കാനും ബഹളം വെച്ച് ആക്കാനൊക്കെ ഡിവൈൻ ആ കാര്യത്തിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ പറയും ഡിവൈനെ വിളിച്ചോന്ന് പറയും. കാരണം ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഡിവൈൻ ഉണ്ടെങ്കിൽ നല്ലോണം ചിരിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസിലൊരു ജീവൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് ഇവർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കാണുകയും അപ്പം തന്നെ ഷെയർ ചെയ്യും, ഞങ്ങൾക്കൊക്കെ ക്വിക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഡാഡിയുടെ ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എല്ലാ വർഷവും ഇതുപോലെ എടുക്കാറുണ്ട്. അതുപോലെ ഇതും. അപ്പോൾ ഡിവൈൻ പറയും ഇനി എൻ്റെ വക ഞാൻ എടുക്കട്ടെ, വിൻചാട്ടിൻ്റെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ ചിരിപ്പിച്ച് ബഹളം വെച്ച് ഫോട്ടോ എടുത്തതാണ്. ഇതാണ് എൻ്റെ പിള്ളേർ ഇന്ന് ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് അവർ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയിൽ ശരിക്കും മാച്ച് ചെയ്തിട്ട പോലെയാണ് സംഭവം. അങ്ങനെ ഇട്ടതല്ല, മറ്റേ പാച്ചുവിൻ്റെ ബർത്ത്ഡേ തീം അനുസരിച്ച് ഇട്ടതാണ്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ രണ്ടുപേരും അതുപോലെ. മുമ്പ് നിങ്ങൾ ഫോട്ടോസ് കണ്ടറിയാം, ഡിംപിളിനെയും ഡോണിനെയും ഞാൻ ഇതുപോലെ ഡ്രസ്സ് ചെയ്യിക്കാം. അതായത് ഒരുപോലെ ഡ്രസ്സ് ചെയ്യിച്ചിട്ടാണ് ഞാൻ വിടുക. എന്ന് വെച്ചിട്ട് ജീൻസും ടോപ്പൊന്നും അല്ല കേട്ടോ. ഡിംപിളും മിഡിയും ടോപ്പ് ഇടണമെന്ന് വെച്ചാൽ അതേ ഡിസൈൻ അല്ലെങ്കിൽ അതേ കളറിൽ ഡോണും ഇടും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രദേഴ്സ് ഡേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് ഒരുപോലെ ഡ്രസ്സ് ചെയ്ത് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും നടന്നില്ല. പക്ഷേ ഇന്ന് അവിചാരിതമായിട്ട് ദൈവം അതും എൻ്റെ കൺമുമ്പിൽ, ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ അയ്യോ ഇത് ഒരുപോലെ ഇരിക്കണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പറയില്ലേ ചില കുട്ടി ആഗ്രഹങ്ങൾ നമ്മളുടെ നടക്കുന്നത് നിൽക്കുന്നു. നമ്മുടെ 3 എന്താ പറയുക കുട്ടിപ്പട്ടാളം, അവർ നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ തീമും കാര്യങ്ങളും അതിൽ ചാക്കോച്ചനാണ് ശരിക്കും സ്കോർ ചെയ്തത്. നല്ല മിടുക്കനായിട്ട് എല്ലാം പറയണ പോലെയൊക്കെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡിംപിളുടെ പോലെ ആവാനിത് ചാക്കോച്ചനാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഡിവൈനോട് ഞാൻ പറഞ്ഞു എന്തായാലും പിള്ളേരുടെ കൂടെ ഡാഡി എടുത്താലേ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോൾ എടുക്കുമ്പോഴും ഞങ്ങളൊരു ഫോട്ടോ എടുക്കാറുണ്ട്, ഞാനും ഡിവൈനും, അല്ലെങ്കിൽ ഞാനും ഡാഡിയും ഡിവൈനും ഒരു ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഡിവൈൻ പറഞ്ഞു എന്തായാലും ഡ്രസ്സ് ചെയ്ത് വെക്കേണ്ടതല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങളെവിടെ യാത്ര പോകുമ്പോഴും ഒരു ഫോട്ടോ എടുക്കാറുണ്ട്, ഞാനും ഡാഡിയും കൂടിയുള്ള ഫോട്ടോസ് എടുക്കാറുണ്ട്. അതുപോലെ ഡിവൈൻ എവിടെയെങ്കിലും ഞാൻ പോകുമ്പോൾ പറയും മമ്മിയുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ചെരുപ്പ് നല്ല മാച്ച് ഉണ്ട്, ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് നിർത്തി ഫോട്ടോസ് എടുക്കും. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ എന്നോട് പറയും തംബ്നെയിലിടാൻ മമ്മിക്ക് ഇതേ ഫോട്ടോസായി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പുതിയ കുർത്തയാണ് കേട്ടോ. ഞാനിപ്പോൾ 4XL എടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, 4XL എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ, ഇങ്ങനെ ഫുൾ സൈസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും ഇഷ്ടമായി. എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായി എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു ക്ഷീണമില്ലാന്ന്. കാരണം ചില ദിവസം ഭയങ്കര ഉറക്കക്ഷീണം വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് അയ്യോ നമ്മൾ ക്ഷീണിച്ചോ, നമുക്ക് വയ്യാണ്ടായോ എന്നൊരു തോന്നൽ വരണതാണ്. അപ്പോൾ ഒരു ക്ഷീണവും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഫോട്ടോസ് കാണുമ്പോൾ നമ്മളുടെ ഫോട്ടോസ് നമുക്ക് തന്നെ കാണുമ്പോൾ ചില സമയത്ത് ഞാൻ ക്ഷീണിച്ചില്ലോ അല്ലെങ്കിൽ ഞാൻ വണ്ണം വെച്ചില്ലോ എന്ന് നമുക്ക് തോന്നില്ലോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരാശ്വാസം, എനിക്ക് ക്ഷീണവും കുറേ വണ്ണവും വെച്ചിട്ടില്ല, വലിയ കുഴപ്പമില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളും എൻ്റെ എൻ്റെ ശബ്ദമാണ് അധിക ഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ വീട്ടിൽ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സിലാവും. ഇതാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറി തിരിച്ച് അപ്പോൾ ഇത് അവിടെ ബെഡ്റൂമിൽ ഇരിക്കണം, ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ബാക്കി ഇതായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാട്ടോ. ഇതാണ് അവരുടെ പേജ്. നല്ല ഇപ്പം എനിക്ക് തോന്നുന്നു പാച്ചുവിന് ഇപ്പം 3 വർഷവും ഉണ്ട്, 4 വർഷത്തിൽ 3 വർഷത്തെയും ഉണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ നല്ലതാണ്, നിങ്ങൾക്കും നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് ഇതുപോലെ ചെയ്ത് വെച്ചാൽ കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ഓരോ വർഷത്തെയും വളർച്ച അവർക്ക് കാണാമല്ലോ. അപ്പോൾ ഇതാണ് റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരുന്ന സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡിംപിൾ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ചെയ്യിക്കാം, ഒക്കെ ചെയ്യാം. അങ്ങനെ ഇരുന്ന് പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഭംഗിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ മാറി അവർ കിടന്ന് ഡയപ്പർ മാത്രം ഇട്ടിട്ട് ഓടുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഇന്നലെ ഡിംപിളിന് എന്തോ കിട്ടിയെന്ന് പറയുന്നുണ്ട്, അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഗിഫ്റ്റ് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തത് പൊളിച്ച് നോക്കുകയാണ് കേട്ടോ നമ്മുടെ പാച്ചു. അപ്പോൾ പാച്ചുവിന് ലീലാമ്മ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് സ്വതവേ ഉള്ളതാണ്. പണ്ട് തൊട്ടേ ഞാൻ ഇപ്പോൾ ഡോണായാലും ഡിമ്പിളിനായാലും പിള്ളേർക്കായാലും ഒക്കെ ഞാൻ കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഞാനും ഡാഡിയും എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അവർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബൊക്കെ വന്നത് അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ ഡിമ്പിളുടെ ഇതിൽ കംപ്ലീറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ അയക്കും. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയും നല്ലൊരു സംഭവം. ഇപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ബൊക്കെ അവിടെ എത്തിക്കും. അപ്പോൾ അത് നല്ലതല്ല. ഇപ്പം അങ്ങനെ ഇപ്പം ഞാൻ പറയാറില്ലേ നമ്മളുടെ കയ്യിൽ നിന്ന് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് ഓരോരുത്തർ കൊടുക്കണത് അത് തന്നെ സംഭവം കേട്ടോ. അപ്പോൾ ഇത് ഡോണങ്ക വാങ്ങിക്കൊടുത്തതാണ്, ഡോണങ്കിൾ വാങ്ങിക്കൊടുത്തതാണ്. എന്നിട്ട് റോബോട്ട് കാർ എന്നങ്ങടെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇന്ന് 2 പേർക്കും ഉണ്ട്. ചാക്കോച്ചന് പിന്നെ ഇങ്ങനത്തെ ഒന്നും അറിയാറായിട്ടില്ല എന്നല്ല, അവനില്ലെങ്കിലും അങ്ങനെ വാശി പിടിക്കുന്ന ഒരു പ്രകൃതിയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പാച്ചുവിനും തോമുവിനും എപ്പോഴും നമ്മൾ ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേർക്കും ഇതുണ്ട്. പിന്നെ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത് പാച്ചുവിന് മാത്രമേ ഉള്ളൂ, തോമുവിന് ഇല്ല കേട്ടോ. അത് ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുത്തതാണ്. ഡിവൈൻ ആൻറ്റിയുടെ വകയാണത്. അത് ഓൺലൈനിൽ നിന്നാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടമാനം ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് 4 വയസ്സായതുകൊണ്ട് 4 ഗിഫ്റ്റാണ് കൊടുത്തത്. അങ്ങനെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കാറായാലും ഒരു 5 രൂപയുടെ കാറായാലും ഒരു 10 രൂപയുടെ കാറായാലും അവർക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം. അതിൽ വിലയൊന്നും നമ്മൾ നോക്കില്ല. ഒരു കുട്ടികൾക്ക് അതിപ്പോൾ നമുക്കായാലും വലിയവർക്കായാലും അതെ, നമ്മൾക്ക് എത്ര സാധനം നമ്മുടെ കയ്യിലുണ്ടായാലും നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു സാധനം തരുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു വാല്യൂ ആണ് കേട്ടോ. ഞാനൊക്കെ അങ്ങനെ നോക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ആരുടെയെങ്കിലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. കാരണം അത് കിട്ടുന്ന ആളുടെ ഒരു സന്തോഷം എന്താണെന്ന് വാങ്ങി ശീലമുള്ള നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആഘോഷവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ആൻസൺ പോവാണ്. ഇനി അടുത്തൊരു ലീവിന് വരുമ്പോഴാണ് ആൻസൺ വരിക. അങ്ങനെ അപ്പേനെ യാത്രയാക്കി. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവനങ്ങനെ പോകാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും വർക്കിയുടെ അടുത്ത് പോവുക എന്ന് പറയും. ഇന്നും പറഞ്ഞു ഞാനും ഉണ്ട് വർക്കിയുടെ അടുത്തേക്ക്. പിന്നെ അമ്മ ഇല്ല, അപ്പ ബാംഗ്ലൂർക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീടാകെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ഒരു പരിപാടി കഴിഞ്ഞാൽ വീടൊക്കെ അലങ്കോലപ്പെടുന്നത്. അപ്പം ഞാൻ കേക്കിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാറില്ലേ പണ്ട് തൊട്ടേ എനിക്കൊരു സൂക്കേടുള്ളത് ഈ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ തന്നെ എപ്പോഴും വഴക്ക് പറയും. പക്ഷേ എന്തോ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ സാധനങ്ങളൊക്കെ അപ്പോൾ അക്കിയുടെ അടുത്തേക്ക് കേക്കും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഡിമ്പിളും ഡാഡിയും പാച്ചും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അക്കി അവിടെ നിന്ന് കൊടുത്തയച്ചതാണ്. ചക്ക കൊടുത്തയച്ചു, പിന്നെ എന്തിട്ടാ കുറേ സാധനങ്ങൾ കൊടുത്തയച്ചു കേട്ടോ. ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തയച്ചു. പിന്നെയും കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല നല്ല സാധനങ്ങൾ. അപ്പോൾ എനിക്കിഷ്ടം തോന്നുന്ന കുറേ കുട്ടി കുട്ടി സാധനങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മളുടെ ഡാഡി ഓരോ ഭാഗങ്ങൾ ഒതുക്കുകയാണ്. ഡിമ്പിളും അതെ ഓരോ സെക്ഷൻ ഒതുക്കി തുടങ്ങി. അപ്പം അങ്ങനെ ഒതുക്കണതിൻ്റെ ഇടയിലാണ് ഞാൻ അക്കീനെ ഒന്ന് ഫോൺ ചെയ്തു. അക്കീനെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചനെ ഇളകി. ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കീനെയും പോൾസം പേപ്പറിനെയും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ എത്തണം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യവും ഇറങ്ങിപ്പോക്കൊക്കെയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം അവന് പോകണം. അപ്പോൾ മഴയുണ്ട്. അപ്പോൾ ഡോൺ പറഞ്ഞു എന്നാൽ നമുക്ക് അക്കീൻ്റെ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തോമൂനെയും ചാക്കോച്ചനെയും കൊണ്ട് ഡോൺ ഒന്ന് പോയിട്ട് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. നല്ല മഴയാണ്. പക്ഷെ പോയത് 2 വീലറിനെയാണ്. ആ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. അവിടെ പോയി വരാനായിട്ട് എളുപ്പം 2 വീലറാണ്. അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്കും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുമല്ലോ. കാരണം 2 പേർക്കും എഡിറ്റിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ ഇരിക്കാന്ന് വെച്ചിട്ട് അവർ 2 പേരും അവിടെ ഇരുന്ന് അവരുടേതായ പണികൾ ചെയ്തു. അപ്പോൾ അപ്പനും മോനും ബെഡ്റൂമിൽ അവന് ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ അതൊന്ന് എന്താണ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതോടുകൂടി അവൻ്റെ ഡിന്നർ കഴിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ ഉറങ്ങും. അപ്പോൾ ഇത് കഴിഞ്ഞ് കുളിപ്പിച്ചിട്ട് വേണം അവനെ ഒന്ന് ഉറക്കാനായിട്ട്. അപ്പോൾ ഈ വണ്ടികൾ നിറഞ്ഞു. കാരണം അവൻ്റെ അപ്പ കൊണ്ടുവന്നു വണ്ടി. പിന്നെ ഡോണങ്ക 3 or 4 വണ്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയുടെ ഭാഗം മൊത്തം നിറഞ്ഞു. അപ്പോൾ ഞാൻ മഴ വന്നപ്പോൾ എന്താ പറയുക കുറേ ദിവസം നിർത്താണ്ട് മഴ പെയ്തപ്പോൾ പാച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങിയെങ്കിലും നമുക്ക് നേരിട്ട് മടക്കി വെക്കാനായിട്ട് എനിക്കൊരു വിഷമമാണ്. എനിക്ക് എന്തോ അങ്ങനെ ശീലമില്ല. ഒന്ന് ചൂട് കൊണ്ടിട്ട് മടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഫാനിൻ്റെ അടിയിലിടാന്ന് പറഞ്ഞാൽ
ഉണങ്ങിയ തുണികളായാൽ പോലും അഴയ്ക്ക കെട്ടാനുള്ള സൗകര്യം എൻ്റെ റൂമിലില്ല. ഡിമ്പിളുടെ റൂമിൽ ഒരൊറ്റ ഇതുണ്ടെങ്കിലും അവിടെ അങ്ങനെ നനഞ്ഞ തുണി അല്ല ഇങ്ങനെയുള്ള തുണികൾ ഇടാറില്ല. ഡ്രസ്സ് ഇട്ട് മാറിയത് ജസ്റ്റ് ഒന്ന് ഇടും, അത് പാച്ചുവിൻ്റെ മാത്രം. അപ്പം ഞാൻ അകത്ത് ഡാഡിയെ കൊണ്ട് 2 അഴയ്ക്ക കെട്ടിച്ചതാട്ടോ. അങ്ങനെ അവിടെ നിന്ന് മഴ കാരണം അവിടെ നിന്ന് ഡയോൻ്റെ വണ്ടിയും കൊണ്ട് ഡോൺ ഇങ്ങോട്ട് വന്നു, സ്കൂട്ടർ അവിടെ വെച്ചിട്ട്. കാരണം മഴ അത്രയും ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഫുഡ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ ഫുൾ വെച്ചു. വൈകുന്നേരം കുട്ടികൾക്ക് വിങ്സ് വാങ്ങി, പിന്നെ സ്ട്രൈപ്സ് അത് തോന്നുന്നുണ്ട്, അത് വാങ്ങി നമുക്കിത് കേക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. കേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് കാണാട്ടോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അത് കഴിഞ്ഞ് പട്ടികളുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല മഴ, വീണ്ടും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നിർത്താത്ത മഴ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നാളെ ഇനി ക്ലാസ്സില്ല, സ്കൂൾ അവധിയാണ്. അപ്പോൾ ഞാൻ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചു. അപ്പോൾ ഇന്ന് നേരത്തോടെ കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഫുഡൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡിമ്പിളതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പാച്ചുവിനെയും ചാക്കോച്ചനെയും തോമുവിനെയും ഉറക്കാനായിട്ട് ഡിവൈൻ പോയി. നമ്മുടെ പാച്ചു പിന്നെ ആ പാപ്പൻ്റെ കൂടെയാണ് ഫുൾ ടൈം. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഡിവൈൻ്റെ വീഡിയോ കണ്ടായിരുന്നു, അപ്പാപ്പനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത് ശരിക്കും എന്താ പറയുക, കുട്ടികൾ വരണേക്കാളും മുമ്പുള്ള ഡാഡിയും അത് കഴിഞ്ഞുള്ള ഡാഡിയിലെയും വ്യത്യാസം. ഇന്നും അതെ, പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നത് ഡാഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡാഡിയും ഡോണും ആൻസനും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും ഡാഡിയാണ് എല്ലാ കാര്യങ്ങൾക്കും. അവനെ ഒന്ന് എന്തെങ്കിലും വേണമെങ്കിലും ഒക്കെ എല്ലാ കാര്യത്തിനും ഡിമ്പിള് വിടുമ്പോൾ ഡാഡി അത് കഴിഞ്ഞിട്ടായാലും ലൈനിൽ അങ്ങനെ ഡാഡി മോനാണ്. അപ്പോൾ അത് തന്നെ ഡാഡിയും കൂടി എല്ലാവരും പറയണ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിലേക്ക് കഴിഞ്ഞ് കൊറോണ വന്ന സമയത്ത് ഇങ്ങനെ ഡിമ്പിളിൻ്റെ അടുത്ത് നിന്ന് മഴയത്തണവും കാര്യങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് ശരിക്കും ഈ കട്ടൗട്ടറൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ. എന്താണ് ഏതാണെന്നും എടുക്കലും ഒക്കെ എനിക്കിത് കളയാൻ കണ്ടപ്പോൾ ഓർമ്മ വന്നേ. അങ്ങനെ കുട്ടികൾ നിൽക്കണ പോലെ എനിക്ക് കിടക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇത് ഒട്ടിച്ചു. ഇന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അവിടെ നിന്ന് അങ്ങനെ സ്റ്റിക്കറല്ല ശരിക്കും കുട്ടികളുടെ തന്നെ വഴക്ക് പറഞ്ഞു, മമ്മി ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ശരിക്കും ഞങ്ങളുടെ അവരുടെ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, പഠിച്ചു ഞാനത് തന്നെ പഠിക്കാന്ന് പറയില്ല. കാരണം കുട്ടികൾ കളിയാക്കിയിട്ട് പറയാൻ കണ്ടപ്പോൾ എനിക്കത് ഫോട്ടോ ആണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഡാഡിയോട് പറഞ്ഞാൽ ഇന്നലെ ഇന്നുമായിട്ട് എൻ്റെ ബിസിനസ്സിൽ ഉള്ള എൻ്റെ സംഭവം പറഞ്ഞറിയാം ശരിയായിട്ട് എനിക്ക് ഞാൻ ഫോണിലായിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് നിങ്ങൾക്കറിയാലോ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയുടെ കൂടെ ഡാഡിയിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വരെ ഞാൻ അങ്ങനെ മറുപടി വന്നിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ബിസിനസ് ഫോൺ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് ഞാൻ നോക്കി അതിൻ്റെ മറുപടി തരാം. നാളെ അയക്കാനുള്ളത് ഞാൻ അയക്കാം, ഒരു തടസ്സമില്ലാണ്ട് ചെയ്യും. ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇപ്പോൾ പാക്ക് ചെയ്ത് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 1:30-2 മണി ആവാറായിട്ടുണ്ട്. ഇന്ന് പകലൊരു ദിവസം ഇരിക്കാത്തതിൻ്റെ എല്ലാ പണിയും ഇരട്ടി പണിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒക്കെ കവറുകളിലാക്കി നീക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡാഡി നാളെ രാവിലെ ഞാൻ എണീറ്റ് വരുന്നതിന് മുമ്പ് അത് പാക്ക് ചെയ്യും. ഡാഡിയോ ഡിവൈനോ ഡിമ്പിളോ അവർ 3 പേരും ഒപ്പം എന്നെ എന്താ പറയുക പാക്കിങ്ങിൽ എൻ്റെ കാര്യങ്ങൾ അവരുടെയൊക്കെ അവർ സ്വന്തം പാക്ക് ചെയ്യും. എനിക്കെന്തോ പാക്കിങ് എനിക്കങ്ങോട്ട് വലിയ ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങനെ അവരെ ഏൽപ്പിക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും നല്ല ഉറക്കമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ലാണ്ട് ലേറ്റ് ആവണ്ട. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ലേറ്റായിട്ടാണ് എണീറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി, അതുകൊണ്ട് ഉറക്കക്ഷീണം എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തല തിരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് തന്നത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ ഡാഡിയൊക്കെ. അപ്പം ഞാനതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് നമ്മളുടെ പതിവ് പടി എന്താ പറയുക തമ്പുരാനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിർത്താണ്ട് പെയ്യണ മഴയാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞു. ഇനി എത്ര ദിവസം സ്കൂൾ അവധിയുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പം നാളെയും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ദിവസമാണ്. 3 പേരും വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ നല്ല വൈബാന്നുള്ളത്. അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.